കുട്ടി ഇതോടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. മിക്സർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മിക്സ്ചർ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ എങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കടലമാവാണ്. അതും 250 ml കപ്പിന് 3 കപ്പ് കടലമാവ്. 2 കപ്പ് അരിപ്പൊടി ആണെങ്കിൽ 3 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഈ പൊടിയിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒന്നും ചേർക്കണ്ട. തണുത്ത വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്ക. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മള് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ഒരു മാവിന്റെ പരുവല്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം കൂടി പോവരുത്. ആ ഒരു പാകമാകുമ്പോ കറക്റ്റ് ആയിരിക്കും മിക്സ്ചർ ഉണ്ടാക്കി എടുക്കുമ്പോ. നമുക്ക് എളുപ്പത്തിന് വേണ്ടി കുഴച്ചെടുക്കാൻ ഇങ്ങനത്തെ ഒരു പരന്നൊരു മൂടിയിലൊക്കെ വെച്ചിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മാവ് മിക്സ് ആയി കിട്ടും. ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോ ഒട്ടും വെള്ളം കൂടി പോയിട്ടില്ല. നമ്മുടെ കയ്യിലൊന്നും ഒട്ടി വരുന്നൊന്നുമില്ല. മിക്സ്ചർ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു അച്ചില്ലേ, അതിലായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇത് അങ്ങനത്തെ ഒരു ബോളുകളായിട്ടുള്ള മാവ് ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ പിഴിയുമ്പോ നമ്മളതിനെ മുറിഞ്ഞു പിഴിയാതെ നോക്കണം. അങ്ങനെ നേരെ തന്നെ പിഴിഞ്ഞെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളിപ്പോ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞെടുത്തതാ പിന്നെ ആയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അടുത്തത് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വറുത്ത് കോരി എടുക്കാം. നമ്മളിത് മൊത്തം മിക്സർ ഇങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. നമുക്ക് മിക്സറിലേക്ക് ഒരു ബോൾസ് സാധനമല്ലേ, പൊരി പോലെ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കടലമാവും ഉപ്പും കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചതാണ്. ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ദോശമാവിന്റെ ഒരു ഉഴുന്ന് ദോശേന്റെ ഒക്കെ ഒരു പരുവല്ലേ, അങ്ങനെ ആക്കി എടുക്കണം. നമ്മള് മാവ് കലക്കിയിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്ക.
നമ്മൾ പൊരി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മളെ ഹോൾസ് ഉള്ള ഒരു കയ്യിലില്ല, അതിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. അതിൽ 2 കരണ്ടി മാവ് ഒഴിച്ചിട്ട് വേറൊരു തവി വെച്ചിട്ട് മേലെ നിന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ബോൾസുകളായിട്ട് താഴെ എണ്ണയിലേക്ക് വീണോളൂ. ആദ്യമായിട്ട് പൊരി നമ്മൾ കോരി മാറ്റിയാണ്. ഈ ഒരു കളറാകുമ്പോ നമ്മൾ കോരി എടുക്കണം. നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ പൊരി കറക്റ്റ് ആയി കിട്ടാനായിട്ട് മാവിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊഴിച്ചാൽ മതി. ഒരു ദോശമാവിന്റെ നല്ല ലൂസായി പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ കിട്ടും. പൊരിയെല്ലാം പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ നിലക്കടലയും കുറച്ച് പൊട്ടുകടലയും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. 1/2 കിലോ നിലക്കടലയും 1/2 കിലോ പൊട്ടുകടലയും കൂടി ഇട്ട് നമ്മൾ വറുത്ത് കോരി എടുക്കുന്നത്. നിലക്കടല വറുത്തതും കൂടെ നമുക്ക് മാറ്റാം, പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. 2-3 വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് കോരിയെടുത്ത് മിച്ചറിന്റെ ഈ സേവ് ഒന്ന് കൈവച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരി വെച്ച പൊരി കൂടെ ചേർത്ത് കൊടുക്കാം. നിലക്കടലയും പൊട്ടുകടലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ആ വെളുത്തുള്ളിയും കൂടി ഇല്ല, അതും കൂടി വറുത്ത് കോരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതാണ്. അവിടെ മിക്സർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് മിക്സർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മൾ ഇതിലൊരു കളർ ഒന്നും ചേർത്തിട്ടില്ല. എരിവിന് കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അമ്മയായിട്ട് നമുക്ക് മിക്സർ ഉണ്ടാക്കി തന്നത്. അമ്മ വീട്ടിൽ ഇങ്ങനെ ബേക്കറി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നുറുക്കും മിക്സറും അങ്ങനെ എല്ലാ ബേക്കറി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മിക്സർ കഴിക്കാനായിട്ട്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.